കിഴക്കുന്ന് വാരിപ്പുണരുക. ഇസ്ലാം കിഴക്കസ്തമിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ മറച്ചു വെക്കില്ല. ഇവിടെ അസ്തമിക്കുകയാണ്, പക്ഷേ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. ഇതാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. ഇധർ ഡൂബേ ഉധർ നിക്കലേ. അള്ളാന്റെ ദീനിനെ നമ്മളെങ്ങാനും മുഴുവനും അങ്ങ് കൈയെറിഞ്ഞു എന്ന് വിചാരിക്കട്ടെ. അല്ലാഹു തആല ഈ ദീനിനെ നിലനിർത്താൻ, ഈ ദീനിന്റെ ശത്രുക്കളായിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ഇതിന്റെ മിത്രങ്ങളാക്കുക മാത്രമല്ല, ഈ ഇസ്ലാമിന്റെ പ്രചോദകരും പ്രബോധകരുമാക്കി കൊണ്ടുവരിക. ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. നീ എന്ന് മനസ്സിലാക്കിയത് ഖുർആൻ വേണ്ട എന്നല്ലേ? ഇശാ മഗ്രിബിന്റെ നേരത്ത് പരിശുദ്ധ ഖുർആൻ ഓതി യാസീൻ ഓതി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹദിയ ചെയ്യേണ്ട നേരത്ത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓണാക്കണ എന്ത് സീരിയലുകൾ. എത്ര ചാനലാ മല. ആകെ സംസാരിക്കുന്ന 700 കിലോമീറ്ററിന്റെ ഉള്ളിലെ കേരളമാണ്. എത്ര ചാനലായ അള്ളാഹ്. ഇനി എത്ര വരാൻ നിൽക്കുന്നുണ്ട് അല്ലാഹു അലം. ഇതിലൊക്കെ സീരിയലും ഇതിലൊക്കെ കഥ ആണ്, ജീവിതമൊന്നും അല്ല എന്നും. ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വലിയ വലിയ സംഭവങ്ങളാണ്. പടച്ച റബ്ബേ, ചവറ് തോന്നിവാസം. ഒരു പെണ്ണ് എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ സീരിയലുകള്. ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും. അവളുടെ സ്വഭാവം, അവളിലെ നന്മ, അവളിലെ വിനയം, അവളിലെ താഴ്മ, അവൾ മറ്റവരോട് കാണിക്കേണ്ട ബഹുമാനം, ഇതൊന്നും വേണ്ട. നീ നിന്റെ കീശ നിറച്ചാൽ മതി. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടുക, അമ്മായിയിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടുക. നീ അങ്ങ് അടിച്ചു പൊളിച്ചോ. ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം ഖുർആൻ നമ്മൾ ഓതിയിട്ടില്ല അല്ലേ? പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ഖുർആൻ തൊട്ടിട്ടില്ല പെണ്ണുങ്ങള്. സിനിമക്കും സീരിയലിനും ഇഷ്ടം പോലെ. അത് വിഷു ആണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള്, ഹിറ്റ് പാട്ടുകള്, ഹിറ്റ് സിനിമകള്. യാ അല്ലാഹ്, ഒരൊറ്റ ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. البر لا ينسى والإثم لا يبلى والديان لا ينام يعمل كما شئت كما تدين تدان. أشرف الخلق رسول الله صلى الله عليه وسلم. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും കാണാതെ പോവില്ല. ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പുരയിലും 5 നേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് ഖുർആൻ ഓതി മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരിവിടെയുണ്ട്. അൽബിറു ലാ യബ്ലാ. മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന വാപ്പമാർ ഈ സദസ്സിലുണ്ട്. അൽബിറു ലാ യബ്ലാ. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടൂല, അതവിടെ ബാക്കിയുണ്ട്. വൽ ഇസ്മു ലാ യഫ്നാ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല, അതവിടെ കിടക്കാണ്. ഇശാ മഗ്രിബിന്റെ നേരമെന്ന് ദുആഇന് പോലും ഉത്തരം കിട്ടേണ്ട നേരം, തബാറക സൂറത്ത് ഓതേണ്ട നേരം, മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ട നേരം, ഇതേ നേരത്ത് തന്നെ പിശാച് നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് തോന്നിവാസം മക്കളെ പഠിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഉമ്മ. സ്വന്തം മക്കള് നല്ലത് പഠിക്കേണ്ട നേരത്ത്, പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് തോന്നിവാസം കാണുന്ന ഉമ്മ, ഭാര്യയെ, പെണ്ണെ, സഹോദരന്മാർ. ഇങ്ങനെ പെണ്ണുങ്ങളെ പണി ചെയ്യുന്ന ആണുങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പെണ്ണുങ്ങൾക്കാണ് ഈ അഡിക്ഷൻ. അതേപോലെ സീരിയലാണ് ആണുങ്ങളുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന തെറ്റൊരിക്കലും മാഞ്ഞു പോകുന്നില്ല കേട്ടോ. മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല. എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഉറങ്ങിയിട്ടില്ല. അള്ളാഹു ഉറങ്ങല്ല, അല്ലാഹു ഉറങ്ങല്ല. യഅമൽ കമാ ശിഅത. നീ വേണ്ടതുപോലെ ജീവിച്ചോ. കമാ തദീനു തുദാൻ. നീ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. എന്തും ചെയ്തോ, നീ സിനിമ ഉണ്ടോ അല്ല ഖുർആൻ ഓദിക്കോ, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോ അല്ല സീരിയലിന്റെ കഥ പറഞ്ഞു കൊടുത്തോ, നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ, നീ എന്തും ചെയ്തോ. കമാ തദീനു തുദാൻ. നീ എന്ത് ചെയ്യുന്നുവോ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് നാളെ അല്ലാഹു നിന്നോട് പെരുമാറുക. മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ വിഷയം. ട്രാൻസ്പാരൻസി. ഇസ്ലാം അങ്ങനെയാണ്, വളരെ ക്ലിയർ ആണ്, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആരെയും നീ സ്നേഹിച്ചോ ഒരു കുഴപ്പമില്ല, ആരെയും സ്നേഹിച്ചോ. ഒരൊറ്റ ഹദീസ് ഓർക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്ലാമിൽ കടന്നു വന്നതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം, ഞാൻ ചോദിക്കട്ടെ, എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യമാണെന്ന്?
എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭാഗ്യം. ഈ ഇസ്ലാം നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല. മുസ്ലിമെ, ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കുക, ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹമുണ്ട്. അവരോട് ചോദിക്കുക എന്താണ് ഇസ്ലാമിന്റെ വില. നമുക്കത് പിടിച്ചിട്ടില്ലല്ലേ, നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം. നമ്മളങ്ങനെ നടക്കുക കുപ്പായിട്ടിട്ട്. നമ്മൾ ആകെ ചെയ്യുന്ന പണി ജുമാക്ക് വരുന്ന നിസ്കരിക്കണ. എന്താണ് ഇസ്ലാം, എന്താണ് ദീൻ, എന്താ എൻ്റെ റബ്ബ്, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്, മുസ്ലിമാകാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്. എന്താ? അൻത മഅ മൻ അഹ്ബബ്ത. കഴിഞ്ഞു. വളരെ സിമ്പിൾ ഹദീസാ, നമ്മൾ മനസ്സിലായിക്കോളൂ. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് കാണാതെ പഠിക്കണ നേരം കൊണ്ട് ഇതൊക്കെ ഹദീസ് പഠിച്ചോളൂ. അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഔലിയാഇനെ സ്നേഹിച്ചാൽ അവർ പോകുന്നിടത്ത്, ഉലമാഇനെയും ദീനിനെയും പള്ളിയെയും അല്ലാഹുവിന്റെ ദീനിനെയും ഖുർആനിനെയും സ്നേഹിച്ചാൽ സ്വർഗ്ഗത്തിലേക്ക്, നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവർ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക്. അതല്ല നിനക്കിഷ്ടമുള്ള ഫിലിം സ്റ്റാറുകളൊക്കെയാണ് അല്ലേ, നടീനടന്മാരൊക്കെയാണ്, കുറെ കളിക്കാരാണ് അല്ലേ, അവരെങ്ങോട്ടാ പോണത്, അവരൊപ്പം നിനക്കും പോകാം. കുഴപ്പമില്ല, നിനക്ക് ആര് സ്നേഹിക്കാം, ഞാരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. അൻത മഅ മൻ അഹ്ബബ്ത, അൻത മഅ മൻ. ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈല്, താടിയും ചില മുടിയും, 1-2-3 കെട്ടുകളും 1-2 ഈ കുറച്ച് ബീഡ്സ് ഒക്കെ ഉള്ള ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലും അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ബേജാറാണ്. ഇവരാരെയാണ് തഖ്ലീദ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് തിരിയാത്തത് കൊണ്ടല്ല, ബേജാറാണ് ആ വിഷയം. ആരെ സ്നേഹിച്ചോ കുഴപ്പമില്ല. നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണെന്ന് നിനക്കറിയാം, പടച്ചോനും അറിയാം അല്ല. ആരുടെ കോല നീ കിട്ടുന്നത്, ആരുടെ ഹെയർ സ്റ്റൈലാണ് നീ എടുത്തത്, ആരുടെ രീതിയാണ്, ആരാണ് നിന്റെ ഫേവറേറ്റ്, നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്. അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ, അവരിപ്പോ സ്വർഗത്തിലേക്ക് പോകാം. അതല്ല ഒരു മോശപ്പെട്ടവരോ അവരോടൊപ്പം നരകത്തിലേക്ക്. ഇത് കാര്യം ഉറപ്പിച്ചോ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ലഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബൂബക്കർ വഉമർ വഅർജു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമാണ്, സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമാണ്. എന്റെ പ്രതീക്ഷ അവരൊക്കെ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് എത്താൻ കഴിയുമല്ലോ. വഇല്ലം അഅമൽ ബിഅമാലിഹിം, അവരൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹം ഉണ്ടല്ലോ, മതി മതി മതി, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി 10 കൊല്ലം നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്തെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുക, പടിഞ്ഞാറിനെ കൊടുത്തിരിക്കുക. ഇഖ്ബാൽ അന്ന് പറഞ്ഞു, അല്ലാഹു ലോകത്തെ ഭൂമിയെ 2 പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു, വെസ്റ്റ് നീ എടുത്തോ ശൈത്താനെ എന്ന് പറഞ്ഞ് പിശാചിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോ എന്നാ സംശയം. ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാറാം, പടിഞ്ഞാറ് തിന്മയൊക്കെ ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ടേ, തോന്നിവാസം ചെയ്തങ്ങോട്ട് ബോറടിച്ചിട്ട്, അതിൻ്റെ അർത്ഥം തോന്നിവാസം കൊണ്ടങ്ങോട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക. അങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മേൻ്റെ അടുത്തൊക്കെ ഇവർ വരുന്നത്, എന്തെങ്കിലും ആത്മീയത വല്ല അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട്, അതിന്റെ ഹക്കും ഭാഗത്തും തിരിഞ്ഞിട്ടല്ല, അങ്ങോട്ട് വരികയാണ്. എന്ത് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു, ഇനി എന്ത് ചെയ്യും? البر لا ينسى والإثم لا يبلى والديان لا ينام يعمل كما شئت كما تدين تدان. നീ ചെയ്യുന്ന നന്മ മറന്നു പോകുന്നില്ല, നീ ചെയ്യുന്ന തിന്മയും മായ്ക്കപ്പെടുന്നില്ല. അല്ലാഹു ഉറങ്ങുകയല്ല, നീ വേണ്ട പോലെ ജീവിച്ചോ, നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത്. എന്തൊരു ഭയങ്കരമായ ഹദീസ്. അല്ലാഹുവേ, ഈ തിന്മയുടെ കുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു, റബ്ബനാ, അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരണമേ,
ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമ തരണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരാക്കി ഞങ്ങളെ മാറ്റിത്തരണമേ. ഇത് ദുആ ചെയ്യുന്നവർ വഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അല്ലാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ. ഈ ദുആ പഠിച്ചു വെക്കണം മുഅ്മിനേ. ഇന്നത്തെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കും, ഈ ദുആ എങ്കിലും പഠിച്ചു വെക്കുക. ഇത് ചോദിച്ചു വാങ്ങ്. എന്തേ? ജീവിക്കുന്ന ലോകം അതാണ്. തിന്മയുടെ അതിപ്രസരത്തിനുള്ളിൽ, തിന്മയുടെ കൂമ്പാരത്തിനുള്ളിലൂടെയാണ് നടക്കുന്നത്. എവിടെയും തിന്മ. വേണ്ടാത്തരം പറയുന്ന മനുഷ്യന്മാരെ കിട്ടുന്നുള്ളൂ. മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലയഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, തകൂനു ഹമ്മതു അഹദിഹിം ഫീഹി ബത്നു വദീനുഹു ഹവാ. ഒരു കാലഘട്ടം വരും, അന്ന് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട മെയിൻ ഒബ്ജക്റ്റീവ്, ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്നാൻ, ഭക്ഷണം കഴിക്കാൻ. ഇതൊരു പണിയാക്കി കൊണ്ടു നടക്കുന്നവരായിരുന്നു. പിന്നെ അവരുടെ ദീനെന്താ? എന്താ റിലീജിയൻ they belong to? ഹവ നഫ്സ് എന്ന് പറഞ്ഞ bodily caprices and passions. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അതന്നെ എന്റെ ദീന്. അത് ഉസ്താദ് പറഞ്ഞാലും ഞാൻ കേൾക്കൂല, എന്റെ വാപ്പ പറഞ്ഞാലും കേൾക്കൂല, പണ്ഡിതന്മാര് പറഞ്ഞാലും കേൾക്കൂല, എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും. ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു തആല. ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനെന്ന് ഭയങ്കര. എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണ് ഇപ്പൊ നടത്തുന്നത്. തിന്നോളൂ, നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നാ പിന്നെ അടുത്ത വസിയത്ത്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ, തീറ്റിപ്പിക്കുക. ഇതിന്റെ പരിപാടി തിന്നാൻ വേണ്ടി ജീവിക്കുക. ആലോചിച്ചു നോക്കി കാലം പോയൊരു പോക്ക്. തിന്നാന്ന് പറഞ്ഞ വലിയ പണിയാണ്. ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലെ? പേർഷ്യൻ അർത്ഥവാക്യം അങ്ങനെ. ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ്. ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞ് തടി വണ്ണ പിന്നെയും കുക്കറി ഷോനെ മുമ്പ് നടത്തുന്നത്. സുബ്ഹാൻ, എന്തേലും അർത്ഥം? ഞാൻ ജീവിക്കണം ഇതിന് തന്നെയാണ്. തിന്നാൻ വേണ്ടി നടക്കുക, ആകെ പണി അതാ. പിന്നെ ഹദീസല്ലേ, സഫ്വാൻ ഇബ്നു സുലൈം എന്ന മഹാനായ താബിഈ, മഹാനപ്പെട്ടവർ പറയാം, അവന്റെ ദീൻ എന്ന് പറയുന്നത് ഹവാ, എന്റെ ശരീരത്തിന് ഇഷ്ടം എന്താണോ അതന്നെ. അത് തെളിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. ഇതാണ് ഇപ്പൊ മക്കൾ പറയണ വാക്ക്.